ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വതി നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ ഫലം, 27 നക്ഷത്രക്കാരുടെ ഫലം, അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ്. 2026 ഏപ്രിൽ മാസം 19-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 25-ാം തീയതി വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാരഫല വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് ഒരല്പം കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ജോലിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള അലച്ചിൽ, അങ്ങനെയുള്ള കൂടുതൽ യാത്രാ ക്ലേശങ്ങളും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പൊതുവെയുള്ള ഫലം മാത്രമാണ്. 100% ഇതെല്ലാ ആളുകൾക്കും വരും എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ദമ്പതികൾക്കിടയിലുള്ള ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും വരുന്ന വാരം കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥാനമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയം. ബിസിനസ് സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുമുള്ള ഭാഗ്യം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നല്ല പ്ലാനിങ്ങോട് കൂടി മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡീലിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ മാതാവിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലൊക്കെ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന അങ്ങനെയുള്ള സമയമാകും വരാൻ പോകുന്നത്. തൃപ്തികരമായിട്ടുള്ള സമയം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായി വളരെ അനുകൂല സ്ഥാനമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന വളരെ നല്ല സമയം. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന വളരെ നല്ല ഒരു ആഴ്ചയായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാവുന്ന വളരെ നല്ല സമയമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാവുന്നതും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഭാഗ്യ സംബന്ധമായി വളരെ അനുഗ്രഹസ്ഥാനം തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള, അതായത് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനുള്ള
നിങ്ങളുടെ വർക്ക് ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും അത് നിമിത്തം നിങ്ങൾക്ക് ഒരു വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഒരു സംതൃപ്തി കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രാ ക്ലേശങ്ങളും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ഭാഗ്യ തടസ്സം നേരിടാനുള്ള സാധ്യതകളും, കുടുംബത്ത് ചെറിയ തോതിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ കൂടുതൽ മിതത്വഭാവം നേടി മുൻപോട്ട് പോകേണ്ടതാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും, വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും നല്ല സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാവുന്ന നല്ല ഒരു വാരം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, തലവേദന ഉണ്ടാകാനുള്ള അസ്വസ്ഥത, അതുപോലെ ആഹാര സംബന്ധമായിട്ടുള്ള അലർജി നിമിത്തം അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഈ ഒരു വാരം നേരിടാൻ സാധ്യത ഏറെയാണ്. നിങ്ങളുടെ സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത, പ്രത്യേകിച്ച് ഒഫീഷ്യലി നിങ്ങളുടെ ജോലി സംബന്ധമായി അങ്ങനെ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്ത് ദമ്പതികൾക്കിടയിലും അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ, അങ്ങനെയുള്ള സൗന്ദര്യ കലഹങ്ങൾക്കുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമാകും. ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് അവര് അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം മാത്രം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു വാരം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നതുമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ആരോഗ്യ സംബന്ധമായി, അതായത് പുറത്തുനിന്നുള്ള ഭക്ഷണം പ്രത്യേകം ഒന്ന് നിയന്ത്രിക്കാൻ കൂടി ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജോലിയിൽ കാര്യമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന നല്ല സമയം. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, അതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയതുമായിട്ടുള്ള നല്ല സമയമാകും വരാൻ പോകുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമാണ് ഈ ഒരു വാരം. അതുപോലെ തന്നെ ചിങ്ങക്കൂർ നക്ഷത്രക്കാരുടെ മാതാവിന് അങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥാനം. ആരോഗ്യ സംബന്ധമായിട്ട് തൃപ്തികരമായിട്ടുള്ള വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വളരെ അനുകൂല സ്ഥാനം തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ധാന്യാദി ലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള നല്ല ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു വാരം കൂടിയാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നു. എന്നാൽ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാകും. ജോലിയിൽ നിങ്ങൾ കാര്യമായ, അതായത് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഒരു വാരം, വരുന്ന വാരം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു സമയമാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
രാഹു മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള രാഹു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്കുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. രാഹു മന്ത്രം: അർത്ഥകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. രാഹു മന്ത്രം ദിവസവും ജപിക്കുക. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാവുന്ന നല്ല ഒരു വാരമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാണ്. വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട്, അതായത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ, അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ ഫിനാൻഷ്യൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും കൂടുതൽ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എടുത്തു കാണിക്കുന്നുണ്ട്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഔദ്യോഗികമായി നിങ്ങൾക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥാനം, ദൈവാധീനമുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. തുലാക്കൂർ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾ നിമിത്തം നിങ്ങൾക്ക് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തുലാക്കൂർ നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആരോഗ്യ സംബന്ധമായിട്ടും കൂടുതൽ പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശം ഉടലെടുക്കാനുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം, സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ അങ്ങനെയുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ജോലിയിൽ നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരം നിമിത്തം കലഹ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ കുടുംബത്ത് മാതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പണം കടം കൊടുക്കുന്ന പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്.
ആ ഒരു അശ്രദ്ധ ഒഴിവാക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം കൂടിയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. നരസിംഹ മന്ത്രം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ റിക്വസ്റ്റ് അങ്ങനെയുള്ള നിവേദനങ്ങളൊക്കെ കൊടുത്തവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുക. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലും അധ പിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യന് നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ശത്രു തടസ്സം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ നിങ്ങൾക്ക് നല്ല വിജയം നേടിയെടുക്കാനും സാധിക്കുന്നതുമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷനും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാണ്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂല സമയം തന്നെയാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സമയമാവും. എങ്കിലും പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. കാരണം ധനം അങ്ങനെ കടം കൊടുക്കുന്നത് വഴി ശത്രുസ്ഥാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നരസിംഹ മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ശനീശ്വര കടാക്ഷം അതുപോലെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണേലും അതുപോലെ വിദേശത്ത് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടുതലായിട്ട് ജാഗ്രതയോടുകൂടി പോകേണ്ട ഒരു വാരമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്. കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് തന്നെയാണ് ഈ ഒരു വാരം കാണിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം. അശ്രദ്ധ നിമിത്തമുള്ള കാര്യങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, അതുപോലെ വാഷ്റൂമിൽ പോകുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ നിമിത്തം കാല് തെന്നാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രു തടസ്സം ഉണ്ടാകാൻ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒഫീഷ്യലി നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ പോലും ചിലപ്പം ശത്രുസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ജോലിയിൽ നിങ്ങൾ കൂടുതൽ കോൺഷ്യസ് ആകണം. കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരം കൂടിയാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗണപതി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. കുടുംബദേവിയെ കൂടി പ്രാർത്ഥിക്കുക. വീട് പണിയുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമാണ്. നിങ്ങളുടെ സംസാരം അതായത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം കാര്യങ്ങളൊക്കെ ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ റിലീസായി കിട്ടാനുള്ള ദൈവാധീനവും കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര മന്ത്രം ജപിച്ചു തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. പുതിയതായിട്ട് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറി കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള
കസ്റ്റമേഴ്സിനെയൊക്കെ തിരിച്ച് ലഭിക്കാനുള്ള ഭാഗ്യം, പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ജോലി സംബന്ധമായി കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരം. നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായി ചെറിയ കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, നയന സംബന്ധമായിട്ടുള്ള ചെറിയ സ്ട്രെയിൻ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. മാതാവിന്റെ ആരോഗ്യപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും. അതുപോലെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. മീനക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് വീട് പണിയുന്നവർക്ക്, വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, വിദേശത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമാണ്. ഭാഗ്യ കടാക്ഷമുള്ള സമയം, ധനധാന്യാദി ലാഭം ഉള്ള നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുക. സനൽകുമാരായ വിദ്മഹേ ശതാനനായ ധീമഹി തന്നോ സ്കന്ദഃ പ്രചോദയാത്. സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക്, കവടി പ്രശ്നത്തിലൂടെ ഓൺലൈൻ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, എന്താണ് ബുദ്ധിമുട്ടുകൾ, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യപരമാണ്, ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.